ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം വന്ദേ പത്മകരാം പ്രസന്നവദനാം സൗഭാഗ്യദാം ഭാഗ്യദാം ഹസ്താഭ്യാം അഭയപ്രദാം മണിഗണൈനാനാവിധൈർഭൂഷിതാം ഭക്താഭീഷ്ടഫലപ്രദാം ഹരിഹരബ്രഹ്മാദിഭിः സേവിതാം പാർശ്വേ പങ്കജശങ്കപത്മനിധിഭിः യുക്താം സദാ ശക്തിഭിः. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. കനകധാര സ്തോത്രത്തിൻ്റെ 9ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. അമ്മയുടെ കാരുണ്യ കടാക്ഷ വീക്ഷണങ്ങൾ തന്നെയാണ് ആ കടാക്ഷത്തിൻ്റെ മാഹാത്മ്യം നാരായണനിലും എല്ലാവരിലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫലം വന്ന് ഭവിക്കുന്നത്. ആ കടാക്ഷത്തിൻ്റെ ഒഴുക്ക് എത്രത്തോളം ആനന്ദദായകമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ 8 ശ്ലോകങ്ങളിൽ കാണുകയുണ്ടായി. തുടർന്ന് 9ാമത്തെ ശ്ലോകത്തിൽ ഭക്തൻ തന്നെ ഒരു ചെറിയ പക്ഷിയായാണ്, ചെറിയൊരു പറവയായിട്ടാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ പക്ഷി താപജ്വരങ്ങളാൽ കഷ്ടപ്പെടുകയാണ്. ദുഷ്കർമ്മങ്ങളിലൂടെ ജന്മജന്മാന്തരിലുള്ള സഞ്ചിത കായിക മാനസിക ബ്രഹ്മഹത്യാദി മഹാപാതക ഉപപാതക സഞ്ചയ കർമ്മങ്ങൾ തുടങ്ങിയ എല്ലാ കർമ്മങ്ങളുടെയും ഫലം കൊണ്ടുള്ള താപത്തിൽപ്പെട്ടുഴലുന്ന ഒരു പക്ഷി. ആ പക്ഷി ഒരു ജാതക പക്ഷിയായിട്ട് പറയപ്പെടുന്നു. വേഴാമ്പൽ, ആ ജാതക പക്ഷിയിലെ വേഴാമ്പലിന് ദാഹം വരുമ്പോൾ, ഒട്ടും പിടിച്ചു നിൽക്കാൻ വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി കേഴും. ആ മഴവെള്ളം മാത്രമേ ആ വേഴാമ്പൽ പക്ഷി കുടിക്കുകയുള്ളൂ. അപ്പോൾ അമ്മയുടെ കാരുണ്യവർഷം, കാരുണ്യം തുളുമ്പുന്ന കാർമേഘം ദയാകുന്ന കാറ്റിനാൽ കൊണ്ടുവന്ന് അനുഗ്രഹമാകുന്ന ഐശ്വര്യമാകുന്ന വർഷം ഒഴുകി താപത്തിനാൽ കിടന്നുഴലുന്ന തപിതനായ ജാതക പക്ഷിയെ പോലെ ഈ പ്രാരബ്ധത്തിൽ കിടന്നുഴലുന്ന എന്നിലേക്ക് വരികയും സകല താപങ്ങളെയും ഉന്മൂലനം ചെയ്യുകയും അതുവഴി എന്നിൽ മഹാത്മ്യ അനുഗ്രഹം, മഹത്തായ അനുഗ്രഹം എന്നിൽ പതിക്കുകയും വേണമേ. സദയൈരവാംഗേ, അല്ലയോ നാരായണൻ്റെ ശക്തിയായ ദേവി, നാരായണീ മേ, അമ്മയുടെ ആ ദൃഷ്ടി എൻ്റെ സകല താപങ്ങളെയും താപത്രയങ്ങളെയും ദുഷ്കർമ്മങ്ങളെയും ജന്മജന്മാന്തരത്തിലുള്ള കർമ്മങ്ങളെയും എല്ലാം നീക്കി എല്ലാ ദുഃഖഭാരങ്ങളും ഇല്ലാതെയാക്കി അനുഗ്രഹം വർഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് 9ാമത്തെ ശ്ലോകം സംഗ്രഹിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ആ ശ്ലോകം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വാക്കുകളുടെ ചെറിയൊരു സാരവും കൂടി ശ്രദ്ധിക്കാം. ശ്ലോകം ശ്രദ്ധിക്കാം. അതായത് ശ്ലോകത്തിൻ്റെ അർത്ഥം ആദ്യമേ പറയണമെന്ന് മനസ്സിൽ തോന്നി. അപ്പോൾ അമ്മയാണ് ഏക ശരണാഗതി എന്ന് കണ്ട് വേഴാമ്പൽ പക്ഷി മഴവെള്ളം മാത്രം സ്വീകരിക്കുന്ന പോലെ, ജാതക പക്ഷി മഴവെള്ളം മാത്രം സ്വീകരിക്കുന്ന പോലെ അമ്മയുടെ അനുഗ്രഹമാണ് ഏക ആശ്രയം, അത് തന്നെയാണ് ശരണാഗതി ചെയ്യേണ്ടതെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ആ അനുഗ്രഹത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തിലൂടെ പരിപൂർണമായി തൻ്റെ കർത്തവ്യങ്ങളെല്ലാം ചെയ്ത് കർമ്മവാസനകളെല്ലാം ഒടുങ്ങി ഐശ്വര്യത്തിൻ്റെ പരമമായ ഔന്നത്യത്തിലേക്ക് എത്തുവാൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ അർത്ഥം വരുന്ന ശ്ലോകമാണ് 9ാമത്തെ ശ്ലോകം. നമുക്ക് 9ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. ഓം ദദ്യാദയാനുപവനോ ദ്രവിണാം ബുധാരാം അസ്മിന്ന കിഞ്ചന വിഹംഗശിശൗ നിഷണ്ണേ. ദദ്യാദയാനുപവനോ ദ്രവിണാംബുധാരാം
അസ്മിന്ന കിഞ്ചന വിഹംഗശിശോഷണ്ണേ ദുഷ്കർമ്മ ഘർമ്മ മപനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാംബുവാം ദുഷ്കർമ്മ ഘർമ്മമപനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാംബുവാഹ ദദ്യാദയാനുപവനോ ദ്രവിണാംബുധാരം അസ്മിന്ന കിഞ്ചന വിഹംഗശിശോ നിഷണ്ണേ ദുഷ്കർമ്മ ഘർമ്മമപനീയ ചിരായ ദൂരാം നാരായണ പ്രണയിനി നയനാംബുവാഹം ദദ്യാദയാനു പവനോ ദ്രവിണാംബുധാരാം അസ്മിന്ന കിഞ്ചന വിഹംഗശിശോ വിഷണ്ണേ ദുഷ്കർമ്മ ഘർമ്മ അപനീയ ചിരായ ദൂരാം നാരായണ പ്രണയിനി നയനാനു ദദ്യാദയാനു പവനോ ദ്രവിണാംബുധാരാം അസ്മിന്ന കിഞ്ചന വിഹംഗശിശോ വിഷണ്ണേ ദുഷ്കർമ്മ ഘർമ്മ അപനീയ ചിരായ ദൂരാം നാരായണ പ്രണയിനി നയനാംബുവാഹ നാരായണ പ്രണയിനി നയനാംബുവാഹ. പല പാഠഭേദങ്ങളുമുണ്ട്, അതിൽ അക്ഷരങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. ദദ്യാദയാനുപവനോ ദ്രവിണാംബുധാര അസ്മിന്ന കിഞ്ചന വിഹംഗശിശോ വിഷണ്ണേ വിഷണ്ണനായിരിക്കുന്നു. ദുഷ്കർമ്മ ഘർമ്മ പനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാംബുവാഹ. അല്ലയോ നാരായണീ ശക്തി, നാരായണന്റെ പ്രണയിനിയാകുന്ന അമ്മയുടെ നോട്ടം കാർമേഘമാകുന്നു. ആ കാർമേഘമാകുന്ന നോട്ടം ദയയാകുന്ന കാറ്റുകൊണ്ട്, അതിൻ്റെ സഹായം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, പല രീതിയിലും കൊണ്ട്, താപത്രയങ്ങൾ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് ആർത്തനായ ഈ കുഞ്ഞ് ജാതക പക്ഷിയുടെ കർമ്മദോഷങ്ങളാകുന്ന ചൂടിനെ ഉന്മൂലനം ചെയ്ത് അമൃതവർഷത്തെ ഐശ്വര്യത്തിൻ്റെ വർഷത്തെ പൊഴിക്കണമേ ജഗദീശ്വരി, ഞാൻ അമ്മയെ മാത്രം ശരണാഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഒരു സംഗ്രഹമായിട്ട് പറയുന്നത്. ഒറ്റ ലക്ഷ്യം ശരണാഗതി എന്നാണ് ലക്ഷ്യം. ഒരാശ്രയം അത് തന്നെയാണ് അല്ലെ. രണ്ട് തോണിയിലും കാല് വയ്ക്കരുതെന്ന് പറയും. രണ്ട് തോണിയിലും കാല് വയ്ക്കാതെ ഒരു തോണിയിൽ നിന്നുകൊണ്ട് ആ തോണിയിൽ തന്നെ സഞ്ചരിച്ച് അവിടെ തന്നെ ശരണാഗതി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫലമുണ്ടാകും. രണ്ട് തോണിയിൽ കലവച്ച രണ്ടിടത്തേക്ക് ഇങ്ങനെ നിൽക്കുമല്ലേ. അല്ലെ രണ്ട് തോണിയും കൂടി കൂട്ടിക്കെട്ടണം. എന്താ രണ്ട് തോണി? ആധ്യാത്മികവും ഭൗതികവും. എനിക്ക് ദൈവവും ആശ്രയമുണ്ട്, താൻ പാതി ദൈവവും പാതി എന്ന് പറയും അല്ലേ. പക്ഷേ താനെന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്ന് ഓർമ്മ വേണം. താൻ തന്നെയാണ് അല്ലേ, തൻ്റെ ഉള്ളിൽ തന്നെ ദൈവമുണ്ട്. അപ്പോൾ ഏത് പാതിയോ ഉള്ളത്? അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ ജഗദീശ്വരയെ ആശ്രയിച്ച് സംസാര ദുഃഖവും കർമ്മതാപങ്ങളും ദാരിദ്ര്യവും എല്ലാം കടന്ന് അതിവർത്തിച്ച് ജ്ഞാനാനുഗ്രഹവും ഐശ്വര്യവും എല്ലാം തന്ന് കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുപറവ അല്ലെങ്കിൽ ജാതക പക്ഷി മഴവെള്ളത്തിനായി കേഴുമ്പോൾ ആ മഴ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ശങ്കരാചാര്യർ ജാതക പക്ഷി പോലെ അമ്മയെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോൾ
ആ ഒരു അനുഗ്രഹം സകല ജനങ്ങളിലേക്കുമാണ് വന്നത് കനകധാരാ സ്തോത്രമായിട്ട്. ആ ഊർജപ്രവാഹം, നാരായണൻ്റെ പ്രവാഹമാകുന്ന മഹാലക്ഷ്മി ഐശ്വര്യമായി എല്ലാവരിലേക്കും കനകധാര വഴിയെത്തി. ആ ഒരു രീതിയിലാണ് ഭക്തൻ, അല്ലെങ്കിൽ ഏറ്റവും നിഷ്കളങ്കനായ ഒരു ഭക്തൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ലോകം അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അതേപോലെ നിഷ്കളങ്കരായിരിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അടുത്ത ശ്ലോകവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരെയും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ. ഓം നമോ നാരായണായ. തത്സത്.